ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടോ. ജയഹൂപ്പ് പറഞ്ഞു അങ്ങനെ ഫ്ലാറ്റായി കാറിൽ ജയഹൂപ്പ് പറഞ്ഞു. ജയഹൂപ്പ് ഷോക്കായി. അങ്ങനെയാണോ? പിന്നെ ഡേറ്റ്സ് പോയി. അങ്ങനെ എൻഗേജ്മെൻറ്റ് നടന്നു. മാരേജ് നടന്നു. അതെ, ജയഹൂപ്പിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ ജയഹൂപ്പ് പറഞ്ഞു, ശരി ഓക്കേനെ, ഇപ്പം നീ കോളേജ് പഠിക്കാൻ ഇപ്പം ഇന്ന് ഇതൊന്നും വേണ്ട, ഗ്രാജുവേറ്റ് ചെയ്ത ശേഷം നോക്കിയോളെ ജയഹൂപ്പ് പറഞ്ഞു. അത് കേട്ടോ ഓക്കെ. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. രാത്രി നന്നായിട്ട് ഉറങ്ങി. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ജയഹൂപ്പ് ഷോക്ക്. എന്താ, ജയഹൂപ്പ് പിന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി. ജയഹൂപ്പ് മെല്ലാനെ എണിച്ച് പോയി ബാത്റൂമിൽ പോയി. ജയഹൂപ്പ് ഹാർട്ട് ബീറ്റ് പടപട അടിക്കാൻ തുടങ്ങി. അയ്യോ എന്താ ചെയ്യാൻ അറിയില്ല, ജയഹൂപ്പ് പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയി കുറച്ച് ജയഹൂപ്പ് കുളിച്ച് പ്രേക്ഷ ഡ്രസ്സ് ഇട്ട് താഴെ പോകങ്ങി. അങ്ങനെ ഹീറോ അടിച്ച് നോക്കുമ്പോൾ ജയഹൂപ്പില്ല. എവിടെ പോയി? പിന്നെ ചായ ഇറങ്ങി നോക്കുമ്പോൾ ജയഹൂപ്പ് ഡിന്നർ കഴിക്കായിരുന്നു. ജയഹൂപ്പ് അമ്മ പറഞ്ഞു, എന്താ ചെയ്യുന്നത്? ഇല്ല അമ്മ, ആ ഫുഡ് കഴിക്കുക. ജയഹൂപ്പ് കഴിക്കായിരുന്നു. ജയഹൂപ്പ് എന്തൊക്കെ അവൾ ഉറങ്ങട്ടെ, റെസ്റ്റ് എടുക്കട്ടെ എന്ന് ജയഹൂപ്പ് പറഞ്ഞു. ശരിടാ അന്ന് ജയഹൂപ്പ് ബൈ ബേബി എന്ന് നെറ്റിൽ കിസ് അടിച്ചിട്ട് പോയി ഓഫീസിലേക്ക്. അങ്ങനെ ഓഫീസിൽ ഫ്രണ്ട്സെല്ലാം കളിയൊക്കെ തുടങ്ങി. ഇല്ലടാ പഠിക്കുന്നതല്ലേ, ഇപ്പോൾ ഒന്നും വേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ ജയഹൂപ്പ് കോൾ വന്നു. ഹലോ, എന്താടാ പറ്റി? സാർ റോസ്, എന്താടാ പറ്റി? സാർ ജോലി യോ മൈക്കിൾ, ഞാൻ പറഞ്ഞു കേട്ടറാ, നിൻ്റെ വൈഫ് റോസ് വിളിച്ചത്. സാർ മൈക്കിൾ, ബോസ് പറഞ്ഞതെല്ലാം ചോദിച്ചു കഴിഞ്ഞു സാർ. ശരി ഓക്കെ, ബീച്ച് ഹൗസിലേക്ക് വാ, ഞാൻ കുറച്ച് സംസാരിക്കുമ്പോൾ ജയഹൂപ്പ് പറഞ്ഞു. അങ്ങനെ ഈ ഫോട്ടോയിൽ കാണണം. ആ ബീച്ച് ഹൗസിലേക്ക് വന്നു. മൈക്കിൾ പറഞ്ഞു, എന്താ ബോസ്, എല്ലാം ജോലി കഴിഞ്ഞു ബോസ്. ശരി, ഇപ്പോൾ അവന് റൂമിലുണ്ടോ? ഉണ്ടോ സാർ. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. അതെ, ആ റൂം വീട്ടിലേക്കകത്ത് വന്നു. എന്താടാ പറയടാ. അവനെവിടെ? സാർ എനിക്കറിയില്ല. അറിയില്ലേ? നിൻ്റെ മകളെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. നീ പറയുന്ന ഇല്ല, നിൻ്റെ മകളെ കൊല്ലണം. എൻ്റെ സാർ, ഞാൻ പറയാം, നടന്ന കാര്യം പറഞ്ഞു. ശരി സാർ. അതെ, അങ്ങനെ 800 മിനിറ്റിലേക്ക് ഒന്ന് വെച്ച് ഇപ്പം പറയാം സാർ. എന്താ? കുറേ നാളായിടാ നീ ഈ കുട്ടീനെ ഫോളോ ചെയ്യുക. ഇതെന്തിനാ ഫോളോ ചെയ്യുന്നത്? അതെ, അത് നിങ്ങൾ ഹീറോയിൻ്റെ ഫോട്ടോ എന്ന്. സാർ അത് അതെ, എൻ്റെ ബോസിൻ്റെ മകനിക്ക് ഈ കുട്ടീനെ ഇഷ്ടമാണ്. അവനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇവള് ഫോളോ ചെയ്യുന്നത് സാർ. എന്ത്, കല്യാണമാണോ? അതെ സാർ. അങ്ങനെ ഇവിടെ നിൽക്കുന്നു. ഡീറ്റെയിൽസ് മൈക്കിൾ ബോസ്, എൻ്റെ വൈഫിനെ ഫോളോ ചെയ്യുന്നവരെ പിടിക്കാൻ ഇപ്പോൾ ഒന്നുമില്ല ബോസ്. ശരി ഓക്കെ. അങ്ങനെ ബോസ് പറഞ്ഞു അവനെ കൊന്നു കളഞ്ഞു. ബോസ് മകൻ പിടിച്ചു. ബോസിൻ്റെ പേരാണ് അജയാണ് മകൻ്റെ പേര്. അജയ് ഫോളോ ചെയ്തത്. അജയ് ചോദിച്ചു, എന്താ അജയ്, നിനക്കെന്താ അവളെ ഇഷ്ടമാണോ? അതെ, എനിക്ക് അജയ് പറഞ്ഞു. നീ മെയിലായിട്ട് അജയാണ് ഫോളോ ചെയ്യുന്നത്. അവനെ വിളിച്ച് അജയിനെ വിളിച്ച് കേട്ടു. നീ എന്തിനാ ഫോളോ ചെയ്യുന്നത്? സാർ എന്നെ വിളിച്ച് നീ എൻ്റെ വൈഫിന് പുറത്ത് നടക്കാൻ. സാർ അവർക്ക് മാരേജ് ആയോ? അതേടാ, അവർക്ക് മാരേജ്. അങ്ങനെ ബോസിൻ്റെ മകനെ പിരിച്ചു. അങ്ങനെ നാളെ വെച്ചിട്ടാണ് ജയഹൂപ്പ് കോൾ വന്നു. ഹലോ, എന്ത് പറ്റി സാർ? അതെ, ഓമേഷ പറയാ. ഇല്ല സാർ, ഞാൻ ഒരു ചെക്കൻ്റെ ഫോട്ടോ വയ്ക്കാം, നിങ്ങൾ കണ്ടുപിടിച്ച് വേഗം എനിക്കായി. അങ്ങനെ അതെ മെസ്സേജ് വന്നു. ഫോട്ടോ നോക്കി ഷോക്കായി. ജയഹൂപ്പ് ചോദിച്ചു, മകളെ സാർ, നിങ്ങളെ മകളെ ഫോട്ടോ എനിക്ക് അയക്കണം. ഓക്കെ സാർ. ഈ കുട്ടീനെ അറിയടാ, പറയടാ. സാർ എൻ്റെ പുറകെ നടക്കായിരുന്നു സാർ. ഇവൾ പെണ്ണിട്ടാണ് സാർ. അതെടാ, കൂട്ടിനാച്ചനിയല്ലേ അങ്ങനെ തല്ലി. അതെ സാർ. അത് നീ കൊച്ചിനും കല്യാണം കഴിക്കും സാർ. അതിന് ഇല്ല സാർ, ഒന്നായിട്ടേക്കാണ്. എടാ ഒന്നായിട്ട് സാർ, എനിക്കിപ്പോൾ നീ കണ്ട് ഗേൾസ് നടക്കുക. അത് നീ കൊച്ചിന് കല്യാണം കഴിക്കണം, ഇല്ല നിനക്കൊന്നും കളയണം. ഞാൻ ജയഹൂപ്പ് മിരട്ട തുടങ്ങി. ആ ചെക്കനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അതെ, ജയഹൂപ്പ് മാഫിയൻ കൊണ്ട് മകൻ ഇതുള്ളൊരു
ഒരു കില്ലർ മാസ്ക്, അതെ ഒരു കില്ലർ ഭയങ്കര പേസല്ല ഒരുമാതിരി ജേഹു വോയിസ് മാത്രം ചേഞ്ച് ആക്കിയാൽ സംസാരിക്കും. അങ്ങനെ ജേഹുപ്പിൻ്റെ സൗണ്ട് മനസ്സിലാവില്ല ആർക്കും. അതെ ജേഹുപ്പ് ഒരു സീക്രട്ടാണ്. ജേഹുപ്പിൻ്റെ ആൾക്കും അറിയാം അതേമാതിരി മാസ്ക് ഇടും. അങ്ങനെ ആർക്കും അറിയില്ല. അങ്ങനെ ആ കുട്ടി അവനെ മിരട്ടി അങ്ങനെ സാർ നാളെ നിങ്ങളെ മകളെ കല്യാണം കഴിക്കാൻ ആ ചക്കൻ ഞാൻ കൊണ്ടുവരും സാർ. ശരി ശരി ഓക്കെ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു അവനെ കല്യാണ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി. ആ മിസ്റ്ററിൻ്റെ മകൾക്കും അവനൊക്കെ കല്യാണമായി. സാർ ഒരു കണ്ടീഷൻ സാർ, ഞാൻ സൈൻ പിടിച്ചിട്ടുണ്ട് ആ ഡോക്യുമെൻ്റ്. അതെ ആ ഡോക്യുമെൻറ്റിൽ അവന് ഒന്ന് പറ്റിച്ച വൈഫിന് ഒന്ന് ചെയ്താൽ അവനെ കൊന്നുകളയും. അതാണ് അത്. ഇല്ല പോയി അവൻ്റെ ഫാമിലി കൊന്നുകളയും, ഇല്ല അവനെ കൊന്നുകളയും. അങ്ങനെയായിട്ട് ഫോളോ ചെയ്തു. അങ്ങനെ ആ ഡോക്യുമെൻറ്റിൽ അവന് ഒന്ന് തെറ്റ് ചെയ്ത വൈഫിനെ കൊല്ലുന്നു, അവനെ കൊന്നുകളയും, ഇല്ല അവൻ്റെ ഫാമിലി കൊല്ലും. അങ്ങനെയായിട്ട് ഒന്നും അവനെ ജീവിക്കാൻ വിടുകയില്ല. അങ്ങനെ കൊണ്ട് അവൻ പേടിച്ച് ആ കുട്ടീനെ കല്യാണം കഴിച്ചു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പിന്നെ അവർക്ക് കെമിസ്ട്രി, അതെ ആ അവൾക്ക് തെറ്റ് അവന് ക്ഷമിക്കാൻ പറഞ്ഞു. അവൻ നല്ലവനായി മാറി. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നുണ്ട് ആയത്. അത് ആ ബോസ് മകൻ എവിടെയെന്ന് തേടായിരുന്നു. ആ ബോസ് നല്ല കെട്ടത് കാര്യമല്ല ചെയ്തത്. മകൻ പറഞ്ഞു എൻ്റെ ഡാഡി ഇങ്ങനെ ഇതെല്ലാം ചെയ്തത്, എനിക്കതിലെല്ലാം ഇൻട്രസ്റ്റും ഇല്ല അങ്ങനെ പറഞ്ഞായിരുന്നു. അവൻ ശരിക്കും ഒരു ട്വിസ്റ്റ്, അതെ അയലെൻ്റെ ശരിക്കുള്ള ഡാഡി അല്ല, എൻ്റെ ഡാഡീനെ കിഡ്നാപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതായിരുന്നു അങ്ങനെ പറഞ്ഞു. കുറച്ച് തെറ്റിയതല്ല, അതെ ഞാൻ അറിയും. ഞാൻ കുറച്ച് ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്തത് മാത്രമല്ല ലവ് ചെയ്യിപ്പിച്ചായിരുന്നു. അതെ അത്ര എനിക്ക് ഇവളെ ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് മകളെ അവന് കോടി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് മാറിയായിരുന്നു. ഇല്ല പിന്നെ പ്രശ്നം ആപത്ത് വരും. അങ്ങനെ ആയിട്ട് അതും ആ കുട്ടിക്ക് അറിഞ്ഞു വരുന്നു. അങ്ങനെ അവന് കുറച്ച് ഗേൾസ് പിടിച്ച് വെച്ച സ്ഥലം കണ്ടുപിടിച്ച്